ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 1 ശ്ലോകം 10. ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. ഭഗവാൻ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം, അത് എന്തുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനെ ഏറ്റവും യോജിക്കുന്നു, അതാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഈ ശ്ലോകം. ആദ്യം ശ്ലോകം വായിക്കാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഗവാർത്ത തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഭഗവാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ നോക്കണം. അത് ആർക്കാണ്, എന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പന് കൂടുതൽ ചേരുന്നു എന്ന് പറയണത്? ഭഗം ഉള്ളവൻ ആണ് ഭഗവാൻ. ഭഗങ്ങൾ എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങളാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം അല്ലെങ്കിൽ വൈരാഗ്യം. ഇതാണ് ഈ 6 വസ്തുക്കൾ. ഇത് പ്രധാനമാണ്. ഇത് ഭാഗവതത്തിലായാലും നാരായണീയത്തിലായാലും ഭഗവത്ഗീതയിലായാലും ഇങ്ങനെ പറയുന്നുണ്ട് പലപ്പോഴും. അങ്ങനെ അതിൻ്റെ ആ വ്യാഖ്യാനം എങ്ങനെ ഭഗവാനിലുണ്ട് എന്ന കാര്യം വളരെ മനോഹരമായിട്ടും എളുപ്പമായിട്ടും ഭട്ടതിരിപ്പാട് പറയുകയാണ്. നമുക്ക് അർത്ഥം നോക്കാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിമയനം. ഐശ്വര്യം, ഈശ്വരൻ എന്ന ആ അവസ്ഥ, സ്വാമി, പ്രഭു എന്നൊക്കെയുള്ള ആ സ്ഥാനമല്ലേ, അത് ശാശ്വതമായിട്ടുള്ള ആ ഐശ്വര്യം ഭഗവാനാണ് ഉള്ളത്. ശ്രീശങ്കരന് വരെ പലപ്പോഴും ദേവന്മാർക്കൊക്കെ പൂർണ്ണമായിട്ട് ആ ഈശ്വരഭാവം, സകലതിനും ഒരു ഉത്തരം കിട്ടുന്ന, സകലതിനെ നിയന്ത്രിക്കുന്ന ആ ഭാവമില്ല. അവരൊക്കെ പലപ്പോഴും പല കാര്യങ്ങൾക്കായിട്ട് മഹാവിഷ്ണുവിനെ ആശ്രയിക്കുന്നത് നമ്മൾക്ക് കാണാം. അങ്ങനെ ശങ്കരാദി ഈശ്വരന്മാരുടെ നിയന്താവ് ഭഗവാനാണ്. അതാണ് ഐശ്വര്യം ശങ്കരാദീശ്വര വിനിമയനം. അങ്ങനെ ഐശ്വര്യം എന്ന ആ ഗുണത്തെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ഗുണം എന്താണ്? വീര്യം. അതാണ് പിന്നത്തെ വരി. വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം. ലോകത്തിന് മുഴുവനും തേജസ്, വിശ്വത്തിന് മുഴുവനും വീര്യം നൽകുന്ന, പ്രകാശം നൽകുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇടിമിന്നൽ, അഗ്നി തുടങ്ങി മിന്നാമിനുങ്ങ് വരെ തേജസ് എവിടെ എവിടെയുണ്ടോ അതൊക്കെ, സൂര്യൻ്റെ തേജസ്സായാലും എല്ലാം ഭഗവാനിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിനെയൊക്കെ തേജസ് സംഹാരി വീര്യം, അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്നതാണ് ഭഗവാന്റെ തേജസ്. ഭഗവാന്റെ തേജസ്സിൻ്റെ ഒരു അംശമാണ് അവർക്ക് ഉള്ളത്. അതാണ് അപ്പോൾ വീര്യം. വീര്യം ഏറ്റവും അധികമായുള്ളത് ഭഗവാനാണ്. അപ്പോൾ ഐശ്വര്യം പറഞ്ഞു, വീര്യം പറഞ്ഞു. ഇനി യശസ്. വിമലമഭിയശ നിസ്പൃഹൈശ്ച ഉപഗീതം. നിസ്പൃഹന്മാർ എന്ന് പറഞ്ഞാൽ യാതൊന്നിലും ആഗ്രഹമില്ലാത്തവർ. അങ്ങനെയുള്ള മുനികളായാലും ഭക്തന്മാരായാലും ഋഷികളായാലും ഒക്കെ, നാരദരായാലും ഉപഗീതം സദാ സ്തുതിക്കുന്ന വിമലമപിയശ, വിമലമായിട്ടുള്ള യാതൊരു മാലിന്യവും ഇല്ലാത്ത, കളങ്കമില്ലാത്ത, മുൻപും പറഞ്ഞു ശുദ്ധ സത്വഗുണം മാത്രമായിട്ടുള്ള ആ ഒരു തത്വം ഭഗവാനാണ് ഉള്ളത്, ഗുരുവായൂരപ്പനാണ് ഉള്ളത്. അതാണ് വിമലമപിയശ. വിമലമായിട്ടുള്ള യാതൊരു കളങ്കവും മാലിന്യവും ഇല്ലാത്തതായ ആ യശസ്, ആ സൽകീർത്തി, അതിനെ നിസ്പൃഹന്മാർ സദാ ഉപഗീതം ചെയ്യുന്നു, എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നിനും വേണ്ടിയിട്ടല്ലാതെ, ഒന്നും കിട്ടാനല്ലാതെ ഉള്ളവർ, ശ്രീ ശുകദേവനെ പോലെയുള്ളവർ പോലും ഭഗവാനെ അങ്ങനെ ആ യശസ്സിനെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാതിരുന്നാലും ഭഗവാൻ തീർച്ചയായിട്ടും എല്ലാ യശസ്കരമായിട്ടുള്ള വസ്തുക്കളും തന്ന് അനുഗ്രഹിക്കും, സുദാമാവിനെ പോലെ. അതാണ്
തേജസ് സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ച ഉപഗീതം. നിസ്പൃഹന്മാരാൽ ഗാനം ചെയ്യപ്പെടുന്ന വിമലമായിട്ടുള്ള യശസ്സുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാര്യം യശസ്. ഇനി നാലാമത്തെ കാര്യം എന്താണ്? ശ്രീ. യശസ് കഴിഞ്ഞാൽ ശ്രീ. അംഗാസംഗാ സദാ ശ്രീ ഉണ്ട്. സകല അംഗങ്ങളിലും സംഘമായിരിക്കുന്നത്, സദാ എപ്പോഴും സംഘത്തോടെ ഇരിക്കുന്നത് ശ്രീ ഭഗവതിയാണ്. ശ്രീ ഭഗവതിക്ക് മറ്റൊരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാൻ താല്പര്യമില്ല. എവിടെ പോയാലും വേഗം ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു വരും. സമ്പത്ത് വേണം, ഐശ്വര്യം വേണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്ന ധാരാളം ഭക്തന്മാരുണ്ടെങ്കിലും ശ്രീ അവിടെ സ്ഥിരമായി നിൽക്കുന്നില്ല. കുറച്ചു കാലമൊക്കെ നിൽക്കും, അത് കഴിഞ്ഞാൽ തിരിച്ച് ഭഗവാനിലേക്ക് പോകും. ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ മറ്റ് ഭക്തന്മാർക്കും ഉപാസകന്മാർക്കുമൊക്കെ കുറച്ചു നേരമൊക്കെ ശ്രീ ഉണ്ടാകും, പിന്നെ ഭഗവാനിലേക്ക് തിരിച്ചു പോരും. എന്നാൽ അംഗാസംഗാ സദാ ശ്രീ ആണ്. സദാ ആരുടെ കൂടെയുള്ളത്? ഭഗവാന്റെ അംഗങ്ങളോട് കൂടിയിട്ടാണ് ഉള്ളത്. പിന്നെ അപ്പോൾ ശ്രീ പറഞ്ഞു. ഇനി ജ്ഞാനം. അഖില വിത്ത് അസി. അഖില വിത്താണ്, സകലവും അറിയുന്ന ആളാണ്, സകല ജ്ഞാനവും ഉള്ളതാണ് ഭഗവാൻ. പ്രപഞ്ചത്തിലെ അറിവുകൾ മുഴുവനും ഉള്ളതാണ് എന്ത്? വേദം. ആ വേദം ഭഗവാന്റെ മുഖത്തു നിന്നാണ് വന്നിട്ടുള്ളത്. ലോകം മുഴുവനും എന്നെന്നും ആദരിക്കുന്ന മഹനീയമായിട്ടുള്ള ജ്ഞാനമാണ് ഭഗവത്ഗീത. അത് ഭഗവാന്റെ ചുണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഭാഗവതം പോലെയുള്ള ഇതിഹാസ പുരാണങ്ങളിലൊക്കെ ഭഗവാന്റെ അമൃതതുല്യമായിട്ടുള്ള ജ്ഞാനം നിറഞ്ഞിട്ടുള്ളതായ വാക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ അഖില വിത്താണ് ഭഗവാൻ. അഖില ജ്ഞാനത്തിൻ്റെയും ഉറവിടമാണ് ഭഗവാൻ. അഖില വിത്ത് അസി. ന ക്വാബിതേ സംഘവാർത്ത. അവസാനത്തെ ആറാമത്തെ ഗുണം പറയണത് വിജ്ഞാനം അല്ലെങ്കിൽ വൈരാഗ്യം എന്നതാണ്. ന ക്വാബിതേ സംഘവാർത്ത. അവിടുത്തെ സംഘത്തിൻ്റെ ആ വാർത്ത ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ആരോടും കൂടുതൽ അവിടത്തേക്ക് സംഘമില്ല, ആരോടും കുറവുമില്ല. മഴയും വെയിലും കാറ്റും ഒക്കെ പോലെ എല്ലാവർക്കും തുല്യമായിട്ടാണ് അതുള്ളത്. അപ്പോൾ ഗോപികമാരോടോ 16,008 ഭാര്യമാരോടോ ഒപ്പം കളിച്ച ഗോപക്കുട്ടികളോടോ ഉദ്ധവരോടോ സുധാമാവിനോടോ എന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ ഭഗവാനോട് സംഘം എന്നല്ലാതെ ഭഗവാന് സകലരോടും ഒരുപോലെ മാത്രമായിരുന്നു സംഘമുള്ളത്. അപ്പം ഗോപികമാർ അവസാനം പറയണില്ലേ, ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് യശോദ എന്ന് പറയുന്ന വെറും ഒരു ഗോപികയുടെ മകനല്ല, അങ്ങ് അഖില സാക്ഷിയാണ്, അഖില ദൃക്കാണ്, സകല ജീവികളുടെയും അന്തരാത്മാവാണ് എന്ന് പറഞ്ഞു. അതാണ് സംഘം ഇല്ല, വിജ്ഞാനം അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറയുന്നത് ആ ഗുണമാണ്. അങ്ങനെ ഈ 6 ഗുണങ്ങളെയും ഭട്ടതിരിപ്പാട് വിശദമായിട്ട് പറഞ്ഞു. അങ്ങനെ ഒക്കെ ഉള്ള ഭഗവാനെ തദ് വാദാകാരവാസിൻ, അല്ലയോ ഗുരുവായൂരപ്പ, പവനപുരത്തിൽ വസിക്കുന്നവനെ, അല്ലെങ്കിൽ പവനപുരമായിട്ടുള്ള നമ്മളുടെ ഹൃദയത്തിൽ തന്നെ സദാ വസിക്കുന്നവനെ, ഭഗവാൻ എന്ന ശബ്ദം ആശ്രയിക്കുന്നത് അങ്ങയെ മാത്രമാണ്. ഭഗവത് ശബ്ദം മുഖ്യ ആശ്രയോസി. അങ്ങയെയാണല്ലോ ഭഗവാൻ എന്ന ശബ്ദം വന്ന് ആശ്രയിക്കുന്നത്. ഭഗവാൻ തന്നെയാണ് സകല ഗുണങ്ങളും ഷഡ്ഗുണങ്ങളും തികഞ്ഞ ആള് എന്നാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം. മനസ്സിലായില്ലോ? ഐശ്വര്യം, ശങ്കരാദീശ്വരന്മാരുടെ പോലും നിയന്താവായിട്ടുള്ള ഭഗവാനെ ഐശ്വര്യത്തിൻ്റെ ഉറവിടമാണ്. കൂടാതെ വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം, സകല തേജസ്സിൻ്റെ ഉറവിടങ്ങൾക്കും തേജസ് നൽകുന്നത് ഭഗവാന്റെ ആ വീര്യമാകുന്നു. പിന്നെ യശസ്സാണെങ്കിലോ വിമലമാണ്, യാതൊരു കളങ്കവും പുരളാത്ത യശസ്. നിസ്പൃഹൈശ്ച ഉപഗീതം, യാതൊന്നിലും ആഗ്രഹമില്ലാത്ത മഹാഋഷിമാർ എന്നെന്നും ഉപഗീതം സ്തുതിക്കുന്നതാണ് അവിടുത്തെ യശസ്. പിന്നെ അംഗാസംഗാ സദാ ശ്രീ.
ശ്രീ ഭഗവതി എപ്പോഴും ഭഗവാന്റെ കൂടെയാണ് ഉള്ളത്. ഭക്തന്മാരെ അനുഗ്രഹിക്കാനിരിക്കുന്നു. അഖില വിത്ത്, സകലതും അറിയുന്നവൻ, ജ്ഞാനം. നക്വാബിതേ സംഘവാർത്ത, സംഘം ഇല്ലാത്തവൻ. വിജ്ഞാനം, വിജ്ഞാനത്തിന് ഇവിടെ വൈരാഗ്യം എന്നാണ്. ആ വൈരാഗ്യം എന്ന ഗുണവും അങ്ങേക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. തദ്വാദാകാരവാസിന, അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, മുരഹര, മുരൻ എന്ന അസുരനെ, അതുപോലെ അനേകം അസുരന്മാരെ, ഞങ്ങളിൽ ഓരോരുത്തരിലും ഉള്ള കാമക്രോധ ലോഭ മോഹ മതമാത്സര്യ അങ്ങനെയുള്ള എല്ലാ അസുര ഗുണങ്ങളെയും ഇല്ലാതാക്കുന്നവനെ, ഭഗവത് ശബ്ദം മുഖ്യ ആശ്രയോസി, അങ്ങയെ ആണ് ഈ ഭഗവാൻ എന്നുള്ള ശബ്ദം പോലും ആശ്രയിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനിൽ ഏകാഗ്രമായിട്ട് നമ്മളുടെ മനസ്സിനെ ഉറപ്പിക്കണം. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പായാതെ പല ദിക്കിലേക്കായിട്ട് പോകാതെ ഒരിടത്ത് നിൽക്കാനാണ് മേൽപ്പത്തൂരും പറയണത്. അപ്പോൾ ഈ ഭഗവാന്റെ ഗുണങ്ങളായിട്ടുള്ള 6 കാര്യം ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം അല്ലെങ്കിൽ വിജ്ഞാനം. ഈ 6 വസ്തുക്കളും നമ്മളിലും കുറേശ്ശെ ഉണരാൻ തുടങ്ങും. അപ്പോൾ ഒരിക്കലും മനസ്സാ വാചാ കർമ്മണ നമ്മൾ പരോപദ്രവം ചെയ്യില്ല. സന്തോഷവും സന്താപവും ഒക്കെ ഭഗവാന്റെ പോലെയുള്ള സമഭാവന, സംതൃപ്തി നമുക്കുണ്ടാകും. ഒടുവിൽ ഭഗവാനിലേക്ക് എത്തുക എന്ന ആ പരമലക്ഷ്യവും സാധിക്കും. ഇനി നമുക്ക് 1ാമത്തെ ദശകം ഇവിടെ കഴിയാണ്. 10 ശ്ലോകങ്ങളിൽ എന്താ പറഞ്ഞതെന്നൊരു ഓട്ടപ്രദക്ഷിണം ചെയ്യാം. തീർച്ചയായിട്ടും ഒരു നാരായണീയ പുസ്തകം വീട്ടിലുണ്ടാകണം. അതൊരു സ്വത്താണ്. ഒന്നുകിൽ മൂലം മാത്രമുള്ളതായാലും മതി. അതിനൊരു 20 രൂപയോ മറ്റോ വരുള്ളൂ. അതല്ലെങ്കിൽ വ്യാഖ്യാന സഹിതമുള്ളത്. അതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരിക്കുന്ന വനമാല വ്യാഖ്യാനമാണ്. അതിനും 150 രൂപയാണ്. അവിടെ ഗുരുവായൂർ എപ്പോഴേലും പോവുകയൊക്കെ ചെയ്യുമ്പോൾ അത് വാങ്ങിക്കോളൂ. അത് വളരെ നല്ലതാണ്. അങ്ങനെ എന്തായാലും ഗ്രന്ഥം വെച്ച് വായിക്കണം ഓരോ ശ്ലോകം. അപ്പോൾ നമ്മൾക്ക് ഹൃദിസ്ഥമാകും അത്. അല്ലാതെ 2 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂർ കൊണ്ടൊക്കെ ഓടിച്ചത് വായിച്ച് തീർത്തിട്ട് എന്താണ് കാര്യം? 1ാമത്തെ ശ്ലോകത്തിൽ പറയണത് ഗുരുവായൂരപ്പൻ ബ്രഹ്മതത്വമാണ് എന്നാണ്. മറ്റു വസ്തുക്കളൊന്നും വേണ്ട, ഭഗവാനെ ആശ്രയിക്കൂ. ഭഗവാന്റെ ആ മാഹാത്മ്യം പറഞ്ഞു. 2ാമത്തെ ശ്ലോകത്തിലും പറയണത് വേറെ യാതൊരു വസ്തുവിൻ്റെയും പിന്നാലെ ഓടണ്ട, ഇത്ര ഏവം നിർലഭ്യ വസ്തു, ഏറ്റവും വിലപ്പെട്ട ഈ വസ്തു സുലഭമായി നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിനെ അറിയൂ എന്നാണ്. 3ാമത്തെ ശ്ലോകത്തിൽ ശുദ്ധ സത്വ നിർമ്മലമായിട്ടുള്ള സത്വഗുണമാണ് ഭഗവാൻ. അത് ആ അസുലഭമായിട്ടുള്ള ധന്യത ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചവർക്ക് ധാരാളമായിട്ട് കിട്ടും. 4ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു സകലർക്കും ആനന്ദം നൽകാനായിട്ട് ബ്രഹ്മത്തെ പിടികിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബ്രഹ്മാനന്ദ സമുദ്രത്തിലെ അമൃത സമുദ്രത്തിലെ അല പോലെ ഭഗവാൻ രൂപമെടുത്തതാണ്. 5ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ജീവജാലങ്ങളെയൊക്കെ മുക്തരാക്കാനായിട്ട് കാരുണ്യത്തോടെ മായയുടെ സഹായത്തോട് ഉറങ്ങുന്ന മായയെ ഉണർത്തിക്കൊണ്ട് വൈകുണ്ഠരൂപം നമ്മളുടെയൊക്കെ മുന്നിൽ ഹൃദയത്തിൽ വിരാജിക്കുകയാണ്. പിന്നെ 6ാമത്തെ ശ്ലോകത്തിൽ കായാമ്പൂ നിറവും ലാവണ്യത്തിൻ്റെ ഏകസാരവുമായിട്ടുള്ള സർവ്വദുഃഖ ശമനത്തിനുള്ള ഭഗവത് രൂപം വർണ്ണിച്ചു. പിന്നെ 7ാമത്തെ ശ്ലോകം പറഞ്ഞു അങ്ങ് ഞങ്ങളെ മനുഷ്യരായി സൃഷ്ടിച്ചത് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് തന്നെയാണ്, ഞങ്ങൾക്ക് അങ്ങയെ അറിയാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞു. 8ാമത്തെ ശ്ലോകം പറഞ്ഞു നമ്മൾ നമസ്കരിക്കുകയേ വേണ്ടൂ. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണത്. നമ്രാണാം സന്നിധസ്ഥയും തുടങ്ങുന്നത്. ആ ശ്ലോകം കാണാതെ പഠിച്ചാൽ നല്ലത് തന്നെയാണ്, അർത്ഥത്തോട് കൂടിയിട്ട്. നമ്മൾ അമ്പലത്തിൽ പോയിട്ട്